ബാക്ക് ടു ചാനൽ. ഇപ്പം നമ്മുടെ ട്രാവൽ ലോഗിൻ്റെ തേർഡ് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടാട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ദൈവവചനം പഠിക്കാം. കർത്താവേ, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ഫ്രണ്ട്സ്, ഈ ഒരു ദൈവവചനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കര ആവശ്യമായുള്ള വചനമാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ ഞങ്ങളുടെ നെയ്ബേഴ്സിനോ എപ്പോഴെങ്കിലും പനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖം വല്ലതും വന്നാൽ ഞങ്ങൾ എപ്പോഴും മമ്മി ഞങ്ങളുടെ തലയിൽ ഞങ്ങൾക്ക് എപ്പോഴും പനി വന്നാൽ മമ്മി ഞങ്ങളുടെ തലയിൽ കുരിശ് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൊരു വചനമാട്ടോ ഇത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വചനം പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ ഈ വചനം പറഞ്ഞ് ഞങ്ങൾക്ക് രാത്രി ഭയങ്കര പേടിച്ചിട്ട്, അയ്യോ ഞാൻ കോവിഡൊക്കെ വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പനിയൊക്കെ വരുവാണെങ്കിൽ മമ്മി എപ്പോഴും കുരിശ് വരച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഇതിൽ ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ വചനം. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ദൈവവചനം ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ട് ഞങ്ങൾ പൈപ്പിൻ ബീച്ചിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഓർത്തതാണ് വല്ലാർപ്പടം പള്ളിയിൽ വരാമെന്ന്. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നല്ലോ ഒട്ടും. അപ്പോൾ ഞങ്ങൾ കയറിയില്ല. മമ്മിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കണ്ട് ഇവിടെ പെരുന്നാൾ നടക്കും. അപ്പോൾ ഞങ്ങളൊന്ന് കയറിയിട്ട് പോയി. നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ നെറ്റ് പോലും ഇല്ലായിരുന്നു, നെറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ മമ്മിയുടെ ബാഗിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു നെറ്റ്. അപ്പോൾ ഗൈസ് അടിപൊളിയായിട്ട് പള്ളി ഡെക്കറേറ്റൊക്കെ ചെയ്തേക്കണം. നല്ല രസമുണ്ട് കാണാൻ. അച്ഛന് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയോ? മാതാവിനോട് താങ്ക് യു പറയണം കേട്ടോ. നമ്മളിവിടെ തിരി എത്തിക്കാൻ പോവാ കേട്ടോ. തിരി എത്തിക്കാൻ വേണ്ടി അവിടെ വന്നത്. നെറ്റ് ഇട്ടിട്ട് പള്ളിയുടെ അൾത്താരയാണ് കേട്ടോ. ഞാൻ ചെരുപ്പ് ഇട്ടു, അതുകൊണ്ടാട്ടോ കയറാത്ത. ഷൂസ് ഇട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി ഊരി കയറാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഞങ്ങൾ നേരത്തെ കയറി പ്രാർത്ഥിച്ചായിരുന്നു. ഒന്ന് കാണിച്ചു തരാൻ നോക്കും. ഇതാണ് പള്ളിയുടെ അൾത്താര. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കടകളൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പെട്ടിക്കാരൊക്കെ ആട്ടോ. കളിപ്പാട്ടങ്ങൾ, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള അങ്ങനത്തെ പരിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് കടകളാണ്ടത്. ഇവിടെയും കടകളുണ്ട്, കുറേ കൊന്തയൊക്കെ ഉണ്ട്. ഉണ്ടോ, കുറേ കീ ചെയിൻസ് ഒക്കെ ഇട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. കുറേ കടകളുണ്ട്. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കും കേട്ടോ. അതേ കണ്ടോ വയസ്സ് കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചാൽ ഹെയർ ക്ലിപ്സ് അങ്ങനത്തെ ഒക്കെ.
മിക്ക കടയിലെ എല്ലാ സാധനങ്ങളും സെയിം ആണ്. കൂടുതൽ ഈ കളിപ്പാട്ടങ്ങൾ കടയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. വെച്ചുണ്ട് അത് ഇവിടെ ഈ കൽക്കുരിശിൻ്റെ ഇവിടെ വഴിപാട് നേർച്ചയ്ക്കായിട്ടാട്ടോ. പിന്നെ അത് അങ്ങോട്ട് കുറേ കടയുണ്ട്, അങ്ങോട്ടും ഉണ്ട് കേട്ടോ കട തീർന്നില്ല. ഞാൻ കട കാണിച്ചോണ്ട് പോവുക. ഇവിടെയുണ്ട് കുറേ കടകൾ. ഓ, അവരച്ഛനെ കൊണ്ട് എന്തിനോ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലരുടെ പെട്ടെന്ന് അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല സാധനം. അപ്പോൾ ഇത് റെസ്റ്റോറൻ്റാണ്. അല്ല അവർ റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞ് എഴുതേണ്ട അറിയില്ല. നമ്മൾ നല്ല കണ്ടു. ഇവിടെയും കുറേ പെട്ടിക്കാർ കുറേ കടകളുണ്ട്. അങ്ങോട്ട് കുറേ കടകളുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിട്ടല്ല ലിറ്ററലി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അധികം ദൂരെ കാണിക്കാൻ പറ്റില്ല. ഉണ്ടാവും ഇവിടെ എല്ലാ സ്ഥലത്തും കടകൾ കുറേ കടകളാണോ. ഞാൻ നേരത്തെ കൊടുത്തില്ല ഇത്രയും കടകളുണ്ടെന്ന്. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ കുറേ കടകളുണ്ട്. പിന്നെ ഗൈസ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ് കടകൾ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. കയറി പോകാനുള്ള പിന്നെ വഴിയുണ്ട്. ഉണ്ട് ഗൈസ് കുറേ കടകൾ. ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. നല്ല രസമാണ്. ഇവിടെ പള്ളിയാണ്, നല്ല ഡെക്കറേഷനൊക്കെ ആട്ടോ. നല്ല രസമുണ്ട്. ഇവിടെയുണ്ട് മാല, പിന്നെ മെഴുകുതിരികളൊക്കെയാണ്. വഴിപാട് നേരത്തേക്കായിട്ടുള്ള മെഴുകുതിരികളൊക്കെയുണ്ട്. അപ്പോൾ നമുക്കിനി നല്ല രസമാണ്. നിങ്ങൾ ആദ്യം ഓർത്തില്ല ഞങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റും. ഞങ്ങൾ ഇന്ന് എന്താണ് വെക്കേഷൻ തീരാറായല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് കറക്കാമെന്ന് ഓർത്തൊരു ഡേ ഔട്ടിങ്. പിന്നെ ഭയങ്കര ലേറ്റായി പോയി. അപ്പോൾ പള്ളിയിൽ കയറാൻ വരെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കാം കഴിച്ചത്. അവിടെ നിൽക്കണ്ട കേട്ടോ, എന്തൊക്കെയോ വാങ്ങിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഓടാം കഴിച്ച്. അടുത്ത പ്രധാന വഴിപാടി നന്നായിട്ട് ഇത് എങ്ങനെ നമ്മൾ ഫുൾ ഇങ്ങനെ ചുറ്റും ചൂല് വെച്ച് അടിക്കണം. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ വഴിപാടായിട്ടായിട്ട് വേണം. ഒരു കടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ട് ക്ലിയർ ആണോ ആയത് കണ്ടോ. ഓരോ സൈഡിൽ യേശുവിൻ്റെ ഇങ്ങനെ ഫോട്ടോ ഉണ്ട്. എൻ്റെ കയ്യിൽ 2 എണ്ണം കിടപ്പുണ്ട് കേട്ടോ. അത് ഒരെണ്ണം എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം അച്ഛന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ കാണിച്ചെടുത്ത് അച്ഛൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടോ. നല്ല രസമാണ്. ഇവിടെ എന്തോരം കടകളാണെന്നറിയും. ഞാൻ അങ്ങോട്ട് നിന്നപ്പോൾ കുറേ കടകളുണ്ട്. അവസരം നല്ല രസമുണ്ട്. എനിക്ക് പള്ളി കാണിച്ച് മതിയാവുന്നില്ല. ഇവിടെ നമ്മുടെ മരങ്ങൾ ഇങ്ങനെ ട്രങ്ക്സ് ഇല്ല, മരത്തിൻ്റെ ട്രങ്ക്സ് ഇതിൻ്റെ അകത്തേണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിഞ്ഞേ. ആ അകത്ത് ഓരോൻ്റെ അകത്തുനിന്ന് ഓരോ രൂപങ്ങളുണ്ട് കണ്ടോ. ഓരോൻ്റെ അകത്ത് സെയിമാണോ അല്ല കണ്ടോ, എല്ലാത്തിലും ഓരോരോ രൂപങ്ങളാണ്. നല്ല രസമുണ്ട് ഗൈസ്, കണ്ടോ നല്ല രസമുണ്ട്. ഇതിൽ മരത്തിലൊക്കെ ആയിട്ട് കൂടുതൽ ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയുണ്ട് ഇവിടെയുണ്ട് നിങ്ങൾ വരും. കണ്ടോ ഇനി ഇത് തീർന്നില്ലാട്ട് ഞാൻ അവിടേക്ക് വന്ന് മമ്മീനും പപ്പീനും വേണ്ടിട്ട് ഇത് കണ്ടോ ഗൈസ്. ഇങ്ങനെ ഇത് ഇവിടെയുണ്ട് എൻ്റെ ഗൈസ്. ഇത് ഇവിടെയുണ്ട്. ദിസ് ഈസ് ദ ലാസ്റ്റ്. ഇത് അതാ ലാസ്റ്റ് സപ്പർ. അതിങ്ങനെ ചെറിയൊരു ഫ്രെയിമിൽ 12 പേരെ ഇങ്ങനെയെങ്കിലും ആക്കിയെടുത്തതാണ്. പിന്നെ അതെ അവിടെ അതുപോലെ തന്നെ ആയിട്ട് ഇവിടെ കണ്ടോ എല്ലാ ലൈക്ക് യേശുവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ നടന്നത് ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. എല്ലാത്തിനും ഓരോ ഫ്രെയിംസ് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഗൈസ് ഇനി കാണിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതെ എൻ്റെ അവിടെ ഇങ്ങനെ ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ വായിക്കണം. ഇവിടെ ഒരു റോസറി പാർക്ക് ഉണ്ട്. ഇത് കണ്ടോ, ഇതെന്തിനാണെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ നല്ല രസമുണ്ട്. അവിടെ മേളിൽ ഫ്ലാഗാണെന്ന് തോന്നണം, മറ്റേ അന്ത്യോക്യയുള്ള അതല്ലേ അത്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് റോസറി പാർക്ക് എന്നാണ്. നാഷണൽ ഷ്രൈൻ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് വല്ലാർപാടം ആർക്കിഡിയോസ് ഓഫ് വേറെ പള്ളി. നല്ല രസമുണ്ട്. എന്തോ
അതെന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. ഞാൻ പിന്നെ നോക്കിയിട്ട് പറയാം.